കല്യാണം വരെ എത്തിച്ചിട്ട് അവരെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടുത്തിയത് വളരെ മോശമായിപ്പോയി. അവരിനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ, കൊള്ളപ്പലിശ വാങ്ങിച്ച് നാട്ടുകാരുടെ കഴുത്തറുത്ത് ജീവിക്കുന്നവളാ രുക്മിണിയും മോളും. അവർക്കിതൊന്നും ഒരു നാണക്കേടേ അല്ല. എന്തോ ഈ തള്ളയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി വല്ലതും പറയും. അയ്യോ, ഞാൻ പറഞ്ഞത് ഹരീഷ് മോനോടല്ല. ഹരീഷ് മോൻ പാവം, നല്ല കുട്ടി. ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ആ പെണ്ണിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ ഒന്ന് വേഗം വേണം. ഞങ്ങൾ എങ്ങോട്ട് പോകാനാമേ? നീ എങ്ങോട്ട് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. അവളുമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കണത്? ഇവിടെ കിടന്ന് കൂടുതൽ വളഞ്ഞാലേ നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. ഭാര്യമാര് ഭർത്താവിന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്. പ്രതീകമോള് ആ കുട്ടിയുടെ ഭർത്താവായ ഇവന്റെ കൂടെ ഇവിടെ താമസിക്കും. അച്ഛൻ പറഞ്ഞത് ശരിയല്ലോടി. അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തലതെറിച്ച ഭാര്യ വിളിച്ചിട്ട് ഇറങ്ങടാ പുറത്ത്. ആദ്യം നിങ്ങൾ ഇവിടെ ഇറങ്ങും. അയ്യോടാ, ഞാനിവിടുത്തെ ഗസ്റ്റാ. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങൾ ആരും ഇവിടുന്ന് ഇറങ്ങണ്ട. എന്റെ അനുവാദമില്ലാതെ ഇവൻ കൊണ്ടുവന്ന പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടണം. ഈ കുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിടണമെങ്കിൽ നീ ഒരു ജന്മോടി ജനിക്കണം. എന്റെ പൊന്നെ, ഈ രാധമ്മയ്ക്ക് ബോധമില്ലേ? ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നുവോ? ഒരു മഹാലക്ഷ്മി പോലല്ലയോ ആ കൊച്ചിരിക്കുന്നത്. എനിക്ക് ആ മഹാലക്ഷ്മി വേണ്ട. അവൾ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ ഹരീഷിന്റെയും ശ്രീയുടെയും കൂടെ പോവും. നീ എന്നെ വെല്ലുവിളിച്ചങ്ങനെ പോവോ? ആ, ഞാൻ പോവും. അച്ഛനും മകനും മകന്റെ ഭാര്യയായിട്ട് ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി. വാ ഹരീഷേ, മോനെ നിക്കട അങ്ങോട്ട്. കേരളീയത്തേക്ക് ഇല്ല, കേറാൻ നിങ്ങളോടല്ലേ പറഞ്ഞ എനിക്ക് സൗകര്യമില്ലെന്ന്. അമ്മ കണ്ണുറക്ക്. വേണം ക്ലീൻ ചെയ്ത്. നോവിനാലേ